ഹൈറേഞ്ച് NSS യൂണിയന്റെ കരയോഗ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് കട്ടപ്പന സബ് കോടതിയിൽ കേസ് നൽകിയിരുന്ന 21 കരയോഗങ്ങളിലെ ഭാരവാഹികളുടെ യോഗം ശ്രീ പത്മനാഭപുരത്ത് ചേർന്നു. യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഹൈറേഞ്ച് NSS യൂണിയന്റെ കീഴിലുള്ള 21 കരയോഗങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പ് നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ NSS നേതൃത്വത്തെ സമീപിച്ചെങ്കിലും അതിന് തയ്യാറാകാതെ വന്ന സാഹചര്യത്തിൽ കട്ടപ്പന സബ് കോടതിയെ സമീപിച്ചിരുന്നു. കരയോഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ട കോടതി കരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ NSS നേതൃത്വം അതിന് വഴങ്ങാതെ വീണ്ടും ആ ഉത്തരവിനെതിരായി പുനഃപരിശോധനാ ഹർജി നൽകുകയും അതും കോടതി തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ കോടതി വിധിക്ക് വഴങ്ങുക അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലാത്ത യൂണിയൻ സെക്രട്ടറി അജയൻ നായരെ ഇലക്ഷൻ ഓഫീസറായി പ്രഖ്യാപിച്ചുകൊണ്ട് കോടതിയിൽ ഇന്നലെ NSSന് സത്യവാങ്മൂലം ഫയൽ ചെയ്യേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരത്ത് കരയോഗങ്ങളുടെ യോഗം സംഘടിപ്പിച്ചത്. നായർ സർവീസ് സൊസൈറ്റിക്കുണ്ടായ വലിയ സാമ്പത്തിക നഷ്ടം, ഒത്തിരി ആളുകളുടെ ഒത്തിരി സമയനഷ്ടം, ഇത് NSS നേതൃത്വം കാണിക്കുന്ന ഒരു ക്രൂരതയാണ്. വളരെ നിസ്സാരമായി ഈ ഒരു തീരുമാനം അന്ന് രജിസ്ട്രാർ എടുത്തിരുന്നുവെങ്കിൽ ആ ഒരു നിയമ നടപടി ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ യൂണിയൻ കൊടുത്തിട്ടുള്ള കേസിലും സമാനമാണ്. യൂണിയൻ ഇലക്ഷൻ നടത്തണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് അംഗീകരിച്ചുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ NSS നേതൃത്വത്തിന് പറ്റും. പക്ഷേ അവർ തയ്യാറാകുന്നില്ല. തുടക്കം മുതൽ കോടതിയിൽ കള്ളവക്കാലത്തുകൾ, കള്ളപ്രമാണങ്ങൾ, ഈ കരയോഗങ്ങൾ കൊടുത്ത കേസ് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ NSS നേതൃത്വം ഇക്കാര്യം ചെയ്തിരുന്നുവെങ്കിൽ കരയോഗങ്ങൾക്കും NSSനും ലക്ഷക്കണക്കിന് രൂപയും ഒത്തിരി ആളുകളുടെ വിലപ്പെട്ട സമയവും പാഴാക്കേണ്ടി വരികയില്ലായിരുന്നതും തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് കരയോഗങ്ങൾ ഉന്നയിച്ചതെന്നാണ് ഇതിലൂടെ തെളിയുന്നതെന്നും ഈ കേസിലൂടെ എങ്കിലും NSS നേതൃത്വത്തിന് നേർബുദ്ധി ഉണ്ടാകട്ടെ എന്നും യൂണിയൻ പ്രസിഡന്റ് R. മണിക്കുട്ടൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.